കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയ ക്ലേ യൂസ് ചെയ്തുകൊണ്ടൊരു സിമ്പിൾ പ്രൊഡക്റ്റാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ്. നിങ്ങൾക്ക് ഏതില യൂസ് ചെയ്തിട്ടും ഈ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ ക്വാണ്ടിറ്റി ക്ലേ യൂസ് ചെയ്തതിന് ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ക്ലേ നന്നായി പരത്തിയെടുക്കാം. ക്ലേ പരത്തുന്ന ടൈമിൽ കുറച്ച് വെള്ളം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലേ നന്നായിട്ട് പരന്ന് കിട്ടും. പരത്തിയ ക്ലേൻ്റെ മേലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇല വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഷാർപ്പുള്ള എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ ഹെഡ്ജ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ഈ ഒരു സ്റ്റെപ്പാണ് ഈ ക്രാഫ്റ്റിലെ മേജർ സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് അതിൻ്റെ ഹെഡ്ജ് എല്ലാം ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. അപ്പോഴാണ് അതൊരു നാച്ചുറൽ ലുക്കിലേക്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഹെഡ്ജുകളെല്ലാം കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നല്ല സ്മൂത്താക്കി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ലീഫിൻ്റെ ഹെഡ്ജിലുള്ള ഹൈലൈറ്റ്സൊക്കെ നമ്മൾ ഈ ക്രാഫ്റ്റിലേക്കും അതുപോലെ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നല്ല സ്മൂത്താക്കി കാണിക്കുന്നത്. ഈ ഒരു പ്രോസസ്സാണ് ഈ ക്രാഫ്റ്റിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ആ ലീഫ് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈൻ കിട്ടും. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് വടച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇത് എന്തിനു വേണ്ടിയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ചന്ദനത്തിരി കുത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു 3-4 ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വളച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇത് ഉണങ്ങാനായിട്ട് വെക്കുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് വളഞ്ഞിരിക്കുക ഒരു സപ്പോർട്ടിനായിട്ട് കല്ല് എന്തെങ്കിലും വെച്ച് ഉണക്കുന്നത് നന്നായിരിക്കും. 2-3 ഹവേഴ്സ് നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ തന്നെ നന്നായി ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞ് നമ്മളിത് എന്തിനാണോ യൂസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാവുന്നതാണ്.